നമസ്കാരം. AK Radar 70 ചാനൽ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെയിൻ നല്ല ലൂസാണ്. എന്നുണ്ട് ഇത്ര ലൂസുണ്ട്. അപ്പോൾ ഈ ചെയിൻ ഇങ്ങനെ ലൂസായി കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ പല്ല് പോകാനും അതുപോലെ തന്നെ ആ വഴി ഓട്ടത്തിൽ ചെയിൻ കിടന്ന് സൗണ്ട് ഉണ്ടാക്കി അങ്ങനെ ബഹളമൊക്കെ കാണിക്കുന്ന സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ഇത് ചെയിന് ഈ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാനൊന്ന് ചെയിന് മുറുക്കാൻ വേണ്ടി പോയപ്പോൾ ഈ വീല് ഇതാണ്ട് ഇത്ര ഷേക്കുണ്ട്. നമ്മൾ ഫസ്റ്റിൽ കരുതും ഇതിന് ബെയറിങ്ങിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണെന്ന് കരുതും. അത് തന്നെയാണ് ഞാൻ ഫസ്റ്റ് കരുതിയത്. പക്ഷേ ബെയറിങ് കംപ്ലൈൻ്റ് അല്ല, ഇതിൻ്റെ ഇപ്പുറത്തോ ടയർ മാറ്റി ഓടിയായിരുന്നു. അതാകണ്ട ഇവിടുന്ന് മൊത്തം ആക്ച്വലി ലൂസായി കിടന്ന് ആടെയാണ് ഇത് ചെയ്യുന്നത്. കണ്ടോ ഇങ്ങനെ ഇത് ഓടുമ്പം ബാക്ക് ടയർ ബൗളിങ്ങിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ ഇത് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. അതുകൊണ്ടോ ഇത്രയും അത് ടയർ മാറിയപ്പോഴത്തേക്ക് നെറ്റ് മുറുക്കിയതിൽ എന്തോ ചെറിയൊരു അപാകത വന്നു. ഒന്നിൽ ഇത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുകയാണ്, ഇല്ല അപ്പുറവും ഇപ്പുറവും എന്നിട്ട് കണ്ടോ ഇത് നിൽക്കാനുള്ളതാണ്. പക്ഷേ അതിൻ്റെ അത് ചെയ്തില്ല. അതുകൊണ്ട് ഇത് ലൂസായി ഈ പല്ലിൽ കൊള്ളാത്തതുകൊണ്ട്, പല്ലിൽ തട്ടി നിൽക്കാത്തതുകൊണ്ട് ഇത് ഓട്ടത്തിൽ ഇതാ ഇങ്ങനെ ലൂസായി പോകും. അപ്പോൾ അത് നമ്മൾ ചെയിൻ പഞ്ചറാകുമ്പോഴത്തേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ചെയിന് ടൈറ്റ് ചെയ്യുമ്പോഴോ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് കേസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ചെയിന് ബെയറിങ്ങിൻ്റെ കുഴപ്പമില്ല, നമുക്ക് മുറുക്കിയതിന് ശേഷം കാണിക്കാം. ഇത്രയും പ്ലേ ഉണ്ട്, അതുകൊണ്ട് രണ്ട് കംപ്ലീറ്റും ബാക്ക് കിടന്ന് കറങ്ങുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഇപ്പുറത്തെ ചെയിന് ടൈറ്റ് ചെയ്യുമ്പോൾ ചെയിന് ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സിംഗാമുഷിൻ്റെ ഈ ഉണ്ടല്ലോ പട്ടിയുണ്ടല്ലോ അതിൽ ഇവിടെ വച്ചിട്ട് ഇതിൽ നേരെ നമ്മൾ 1 ഇഞ്ച് മാത്രമേ പ്ലേ വരാൻ പാടുള്ളൂ. 1 ഇഞ്ച് കേട്ടോ. അത് വെച്ച് നോക്കിക്കോളണം. അറിയില്ലെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാം. ഇത് ഏകദേശം ഒരു 2 ഇഞ്ചിൻ്റെ പ്ലേ ഉണ്ട് ഇവിടെ മുതൽ മേള് വരെ. അതെങ്ങനെ ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ഇത്രയും പ്ലേ ആവാം, ഇത്രയും പ്ലേ ഇത് വേണ്ട. ഇത്രയും ഉള്ളൊരു പ്ലേ നമ്മളെ ചെയിനിൽ വേണം. ഇത് മൊത്തം ചെയിൻ ലൂസാണ്. അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ അപ്പുറത്തെ കൂടെ നമുക്ക് ചെയ്യും. ചെയിൻ ടൈറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് രണ്ട് ബ്രേക്കിൻ്റെ ഒരു റാഡുണ്ട്. ഈ റാഡിനെ ഇളക്കണം. 13ൻ്റെ ബോൾട്ടാണ്. ഈ 13ൻ്റെ ബോൾട്ടിനെ നമ്മൾ ഇളക്കുക. ഈ ബ്രേക്ക് ലിവർ നമ്മൾ അഴിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഴിച്ച് കഴിഞ്ഞാൽ ഈ 19 നെട്ടൊന്ന് ലൂസ് ചെയ്യണം. ലൂസ് ചെയ്തിട്ട് നമ്മൾ ചങ്ങല കറക്റ്റായിട്ട് ചെയിൻ എത്ര നമുക്കിത് വേണമോ അത്രയും ഇത് ഇളുത്ത് പിടിച്ച് ഇത് ബാക്കിലോട്ട് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് വയ്ക്കുക. ഇതിപ്പോൾ എത്രയും നിൽക്കുന്നത് നോക്കും. ഇത് 19 നെട്ടിന് നമ്മൾ 19ആണ് വരണത്. ഇതിനെ ലൂസ് ചെയ്യണം. നല്ല ടൈറ്റായിരിക്കും, അങ്ങനെ ലൂസ് ചെയ്യണം. ഇത് ടൈറ്റ് എപ്പോഴും നല്ല ടൈറ്റായിട്ട് വേണം. ബ്രേക്ക് ഷൂ അല്ലെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് ഷൂവിന് പ്രശ്നമുണ്ട് കേട്ടോ. ബ്രേക്ക് ഷൂ ബ്രേക്ക് കിട്ടാതെ ആവാൻ ഇത് ലൂസായിരുന്നു കഴിഞ്ഞാൽ ഇളവി പോകാൻ പാടില്ല. ഇത് ലേശം ലൂസ് ചെയ്തിട്ടാൽ മതി, ഇളക്കി എടുക്കണ്ട. അതിനുശേഷം ഇത് 24ആണ് നെറ്റ് ലൂസ് ചെയ്യണം. 24 നെറ്റ് ലൂസ് ചെയ്ത് അതിനുശേഷം ഇത് 32ആണ്. 32ൻ്റെ ആക്സിലേറ്ററാണ് ഇത് ലൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ലൂസാണ് കേട്ടോ, ലൂസായി കിടക്കുക. അതുകൊണ്ടാ ഇതെല്ലാം ലൂസാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിച്ചോ. ഇത് ലൂസാക്കുമ്പോഴേ അപ്പുറത്ത് ആക്ച്വലി മൊത്തത്തിൽ കറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഇടക്കണം, അല്ലെങ്കിൽ പുറത്ത് ഇത് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് ലൂസ് ചെയ്യും. പുറത്ത് ഇനിയിപ്പോൾ നമുക്ക് ലൂസ് ചെയ്യാം. ലൂസാക്കി അപ്പുറത്തെ നെറ്റ് ലൂസായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബാക്കിലോട്ട് പിടിച്ച് വലിക്കുക. ടയർ വലിച്ച് ബാക്കിലോട്ടാക്കുമ്പോൾ നമ്മൾ ഏതിലാണ് ഇത് കറക്റ്റായിട്ട് ഇത് നോക്കുക. ചെയിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് തട്ടി മേപ്പോട്ടാക്കുക. ഒരു പോയിൻ്റ് വേണമെങ്കിൽ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 10ൻ്റെ മേളിൽ വന്നു. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് നോക്കുക. അതുകൊണ്ട് ഇത്രയും പ്ലേ ഉണ്ട്. ഇത്
ഇത്രയും പ്ലേ കുറച്ചും കൂടെ വേണമെങ്കിൽ ഒന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ നോക്കണം. എന്നിട്ട് അത് ടൈറ്റ് ആണെന്ന് നോക്കണം. ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൂസാക്കി വയ്ക്കണം. രണ്ടാമത്തെ ഇതിൽ വയ്ക്കാം. ഇപ്പോൾ കറക്റ്റായി. ഇത് കണ്ടല്ലോ, കറക്റ്റായി. ഇതിങ്ങനെ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ നെറ്റിനെ 19 നെറ്റിനെ ടൈറ്റ് ചെയ്യുക. ഇത്രയും ലൂസ് മതിയാവും. 19 നെറ്റിനെ നമ്മൾ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ ഏത് ഇതിലാണ് നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചോളണം കേട്ടോ. കറക്റ്റ് പ്ലേയും ഇതിലുണ്ട്. ഇത് ഏത് എവിടെ വെട്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നെറ്റിന് നമ്മൾ എന്നിട്ട് ടൈറ്റ് ചെയ്യുക. കൊള്ളിച്ച് ടൈറ്റ് ചെയ്താൽ മതി. എന്നതിന് ശേഷം ഇത് രണ്ടും നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ബാക്കി 19 നെറ്റ് നമുക്ക് പ്ലാറ്റിൻ്റെ ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിൽക്കുന്നത് 10, 11, 12, 13 നിൽക്കുന്നത് കേട്ടോ. ഇത് അങ്ങ് അടുത്ത് കാണും. ഈ വെട്ട് നിൽക്കുന്നത്, ഈ വെട്ട് കണ്ട് ഈ പോയിൻ്റ് നിൽക്കുന്നത് നമ്മളെ 13ാമത്തെ വെട്ടാണ്. ഇത് 10 വരും, 11, 12, 13 കേട്ടോ. 14, 15 വരുമ്പോൾ ഇവിടെ ഒരു മാർക്കുണ്ട്. അപ്പോൾ ഇതിവിടെ 13 നിൽക്കുന്നത്. അപ്പുറത്ത് സൈഡും ഇതുപോലെ തന്നെ 13 നിർത്തും. അപ്പുറത്ത് പത്ത്, 11, 12, 13 നമുക്ക് ഈ വെട്ടിലാണ് നിൽക്കാനുള്ളത് കേട്ടോ. 14, 15 ഈ വെട്ടിൽ നിൽക്കണം. അപ്പോൾ 13 നേരത്തെ വെച്ചപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ലൂസായിരുന്നു. അപ്പോൾ നമ്മളിതിനെ കറക്റ്റ് 16 സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. ഇവിടെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്ത് നോക്കിക്കൊള്ളണം. അതുകൊണ്ട് ഇത്രയും ലൂസ് വരും, ഇത്രയും ലൂസ് വേണം. 1 ഇഞ്ച് ലൂസേ ഉള്ളൂ ഉണ്ടോ. സ്കെയിൽ വെച്ച് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് സ്കെയിൽ വെച്ച് അളന്നിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പുറത്ത് ഇതാ ഇവിടെ കാണിക്കുന്നത് 16 കേട്ടോ. ഈ കട്ട് ഈ കട്ട് കാണിക്കുന്നത് 16 കെട്ട് അപ്പുറത്ത്. അതുപോലെ തന്നെ ഈ വരുന്ന ഭാഗത്ത് വരുന്നത് 15, ഇത് 16 നിൽക്കുന്നത്. ഇത് 15 വരും, ഇത് 16. ഇത് കറക്റ്റായിട്ട് ഇപ്പം ഉള്ള ടൈറ്റാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആക്ച്വലി ഇത് ഉറുക്കുമ്പോഴത്തേക്ക് അനങ്ങാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇത് ചാടിപ്പോകും. അനങ്ങാത്ത രീതിയിൽ ഇങ്ങനെ ഏതെങ്കിലും സ്കൂട്ടർ വെച്ച് ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് പുറത്ത് 32ൻ്റെ അകത്തുള്ള നെറ്റ്, ഈ വരുന്ന നെറ്റ് മുറുക്കാനുള്ളത് 32ൻ്റെ. ഇത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഇത് അനങ്ങാൻ പാടില്ല. ഇവിടെ മുറുക്കുമ്പോൾ അനങ്ങാൻ പാടില്ല. ഇപ്പോഴാണെങ്കിൽ അനങ്ങുന്നത് ഇത് വെച്ച് നമ്മൾ 24ൻ്റെ മുറുക്കുമ്പോഴേ അനങ്ങുള്ളെങ്കിലും ഇത് നമ്മൾ ടൈറ്റ് ചെയ്യും. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ താഴത്തെ നെറ്റ് ടൈറ്റ് ചെയ്യുക. 24ൻ്റെ 24. അപ്പോൾ 24ൻ്റെ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അനങ്ങലിൽ മാറിപ്പോകാത്ത രീതിയിൽ ഇതിങ്ങനെ അപ്പുറത്തെ സ്കൂട്ടർ വെച്ച് ഹോൾഡ് ചെയ്തതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യുക കേട്ടോ. ശകലം പോലും അനങ്ങാൻ പാടില്ല. നല്ല ടൈറ്റ് വേണം അത് കേട്ടോ. ചെയിൻ നമുക്ക് നോക്കാം. അത്യാവശ്യം ഇതാ കണ്ടോ, ഇത്രയും 1 ഇഞ്ചിൻ്റെ പ്ലേ ഉണ്ട്. നമുക്ക് ഇറക്കി വേണമെങ്കിൽ ഒന്ന് നോക്കണം. അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ചങ്ങല മേളിലും താഴെയും വരുമ്പോഴത്തേക്ക്
കറക്റ്റായിരിക്കണം, ഇതേപോലെ തന്നെ ഇരിക്കണം. ചില വണ്ടിക്കൊക്കെ മേളിൽ ടൈറ്റും താഴെ വരുന്ന ചെയിനിൻ്റെ ഭാഗം ലൂസും ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂസ് വരുന്ന ഭാഗം വെച്ചിട്ട് മുറുക്കാൻ പാടില്ല. ടൈറ്റ് വരുന്ന മേളിൽ എപ്പോഴും ടൈറ്റ് വരും, ആ ഭാഗം വെച്ച് നമ്മളിത് മുറുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഈ ബ്രാക്കിൻ്റെ റാഡ് ഫിറ്റ് ചെയ്യാം. റാഡ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ WD-40 എന്തെങ്കിലും ഒന്ന് അടിച്ചോളണം കേട്ടോ. ഞാനിത് അടിച്ചിട്ടാണ് ടൈറ്റായിട്ട് ഇത് ഇളക്കിയത്. കണ്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ടൈറ്റ് ഒന്ന് മുറുക്കിക്കോളണം. ഇതൊന്ന് WD-40 എന്തെങ്കിലും അടിച്ചോളണം ഈ പിരിയിൽ അവിടെ കേട്ടോ. ഏതാണ്ട് ഈ പിരിയിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ മണ്ണ് വല്ലതും ഉണ്ടെങ്കിൽ തുടച്ചതിന് ശേഷമാണ് ഇതിടാൻ. ഇതിന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. 13-ൻ്റെ നെട്ട് ഈ ഭാഗത്താണ് അകം വരാൻ കേട്ടോ. ഈ ഭാഗമാണ് അകം വരാൻ, ഇത് പുറമാണ് വരാനുള്ളത്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. മുകളിൽ കൂടെ കാണില്ല, ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇതിന് ടൈറ്റ് ചെയ്യുക. അടുത്ത ഇതിൻ്റെ നമ്മൾ പ്ലാറ്റിൻ്റെത് ടൈറ്റ് ചെയ്യുമ്പോൾ ബ്രാക്ക് ഒന്ന് ചവിട്ടി പിടിച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബ്രാക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ബ്രാക്ക് ഇരിക്കുക. അല്ലെങ്കിൽ ബ്രാക്ക് കറക്റ്റായിട്ട് അപ്ലൈ ആകില്ല. ബ്രാക്ക് അതൊക്കെയാണ് ഇതിൻ്റെ കാര്യം. ബ്രാക്ക് ഒന്ന് ചവിട്ടി പിടിച്ചതിന് ശേഷം മാത്രം ഇങ്ങനെ ഈ അടുത്ത നമ്മളെ ഈ 19 നെട്ട് ടൈറ്റ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഈ റാഡ് ഇളക്കാതെ തന്നെ ചെയ്യാം. പക്ഷേ നമുക്ക് ഈ മുറുക്കാൻ വേണ്ടിയിട്ട് കാണിക്കാനുള്ള സൗകര്യത്തിലാണ് ഞാനിത് ഇളക്കിയത് കേട്ടോ. ഒന്നുകൂടെ ചോട്ടു. വിട്, ഞാൻ പറയുമ്പോൾ ചോട്ടണേ. കാണി ഇല്ല, ഇങ്ങോട്ടല്ലേ കയറുന്നു. ചോട്ടു ഇറക്കി ചോട്ടു ഉണ്ടോ. കണ്ടീഷൻ ബ്രാക്കും ആയിരിക്കും കേട്ടോ. ഇപ്പോൾ മുമ്പത്തെ ആ പ്ലേ ഉണ്ടായിരുന്നു, വിട്ടല്ലേ. മുമ്പത്തെ ആ പ്ലേ നോക്ക് ഇപ്പം ഇല്ല. കറക്റ്റായിട്ട് ഇവിടെ ടൈറ്റ് ആയതുകൊണ്ട് അതാണ്. ആ പ്ലേയും മാറി വണ്ടി പെർഫെക്റ്റായി. ചെയിനും ഇത്ര ലൂസ് ചെയിനും കൊടുക്കും. ഇത്ര ലൂസ് വേണം കേട്ടോ. ഒരു ഇഞ്ച് ലൂസ് വേണം. ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് അറിയുക. നമ്മൾ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ ടൈറ്റ് ആവും എങ്കിൽ പോലും ഇത്രയും ലൂസ് വേണം. അതോടൊപ്പം ക്ലിയർ ആയിക്കോളും. ഇത്രയും ഒരു ഇഞ്ച് വരും. വേണ്ട, ഇത്രയും ലൂസ് ഉണ്ട്, അത് മതിയാവും. ഇത്രയും ഒക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ എന്നും പറയുന്നില്ല, എങ്കിലും ഉപകാരമുള്ള വീഡിയോകൾ നമ്മളിതുപോലെ ഇനിയും നമ്മുടെ ചാനലിൽ കാണുന്നതാണ്. സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഉപകാരപ്പെടുന്ന വീഡിയോകൾ നമ്മളെ ചാനലിൽ കൂടെ കാണാൻ കഴിയും. ഓക്കെ, താങ്ക് യു.